നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428300510. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഈ നമ്പറിൽ 6235968937. നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് പോകുന്നു. കൊല്ലം പുത്തൻതുരുത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 11 ദിവസം കഴിഞ്ഞു. വെള്ളമെടുക്കാനുള്ള യാത്രക്കിടെയാണ് വീട്ടമ്മയായ സന്ധ്യ സെബാസ്റ്റ്യൻ കായലിൽ വള്ളം മറിഞ്ഞ് മരിച്ചത്. എന്നിട്ടും ഇവരുടെ പ്രശ്നങ്ങളിൽ ആരും ഇടപെട്ടില്ല. ഇന്ന് ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഒടുവിൽ കുടിവെള്ള വിതരണം ഇന്ന് രാത്രിയോടെ പഴയതുപോലെയാകുമെന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ ഉറപ്പ്. നമുക്ക് നോക്കാം നടക്കുമോ എന്ന്. കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ട ദിവസം 2 കഴിഞ്ഞു. ഇപ്പോഴും ചെറിയാനങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ പോകുന്ന തുരുത്തുകാരുടെ അവസ്ഥ കണ്ടറിയേണ്ടതാണ്. ഒൻപത് തുരുത്തുകളിലായി 1000-ലധികം വരുന്ന കുടുംബങ്ങൾ കഴിഞ്ഞ 11 ദിവസമായി കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. 4 വശവും വെള്ളമുണ്ട്. പക്ഷേ ആവശ്യത്തിന് കുടിക്കാനോ അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങളുടെ അച്ഛന്മാർ വയ്യാത്തതാണ്, മുതിർന്നവരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. ദാഹജലം മരിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യത്തിന് കൊടുക്കാൻ വെള്ളമില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രദേശവാസികൾ. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചു. അപകടം പിടിച്ച ഈ യാത്ര തുടങ്ങിയിട്ട് 11 ദിവസമായി തുരുത്തിലെ നിവാസികൾ. പക്ഷേ അധികാരികൾ കണ്ടമട്ടേയില്ല. ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. നടപടികളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ കുടിവെള്ള വിതരണം ഇന്നു തന്നെ പഴയതുപോലെയാകുമെന്നാണ് കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് 24-നോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഏതാണ്ട് വൈകുന്നേരമാകുമ്പോൾ എല്ലാ സ്ഥലത്തും ജലം എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രവർത്തനമാണ് ഒരു മനസ്സോടുകൂടി കൊല്ലം കോർപ്പറേഷനും അതുപോലെ നമ്മുടെ KWയുടെ ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നെല്ലാം ഞങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുള്ളത്. ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്ന തുരുത്തുകാർ ഒരാഴ്ചയിലേറെയായി ദാഹമകറ്റാൻ ശുദ്ധജലത്തിനായി വെമ്പൽ കൊള്ളുകയാണ്. തുരുത്തുകാർക്ക് ചുറ്റും ഇങ്ങനെ വെള്ളമുണ്ട്. പക്ഷേ കുടിക്കണമെങ്കിൽ തീരത്ത് ചെല്ലണം, ഉദ്യോഗസ്ഥർ കനിയണം. ഈ ഗതികേട് ഇവർക്ക് എന്ന് മാറും? പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തതിനാൽ വള്ളങ്ങളിൽ പാത്രങ്ങളും ടാങ്കും നിറച്ച് അക്കരെ പോയാണ് വെള്ളമെടുക്കുന്നത്. ചെറുയാനങ്ങളിൽ എത്തിക്കുന്ന വെള്ളം അപ്പോഴും അപര്യാപ്തമാണ്. ഇതിനിടയിൽ കൂട്ടത്തിലൊരാൾ നഷ്ടപ്പെട്ട വേദനയുടെ ആഴവും ഇവർക്ക് വലുതാണ്. ഇതിപ്പോ എത്ര ദിവസം നമുക്ക് ഈ കുടിവെള്ളം ഒരു ജീവൻ അപകരിച്ച് അത് ഏറ്റവും വലിയ വില കൊടുക്കണ്ടല്ലേ അതിന്. അതുകൊണ്ടൊക്കെ ഇനി എന്ത് സംഭവിക്കാം? ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, ഇത്രയും ആഴമുള്ള സ്ഥലത്തൂടെ വെള്ളം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? ഇനി ആരും ഉത്തരവാദിത്തം പറയും? ശാസ്താംകോട്ടയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ തകരാറിലായതാണ് കുടിവെള്ളം മുടങ്ങാനുള്ള കാരണം. വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഇട്ടുകൊടുക്കുകയല്ല വേണ്ടത്. പകരം വിഷയത്തിൽ ശാശ്വത പരിഹാരം സ്വീകരിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ കൊല്ലം മേയർ പറയുന്നു ഇന്ന് വൈകിട്ടോടെ ഈ മേഖലയിലൊക്കെ വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതും ഒരു ഉറപ്പൊന്നുമല്ല, മേയറുടെ പ്രതീക്ഷയാണ്. ആ മട്ടിൽ ജോലികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മേയർ അറിയിച്ചത്. അവർക്ക് കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രതിസന്ധി കാലത്ത്. തുരുത്തു നിവാസികൾക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. കുടിവെള്ള പ്രശ്നമാണ് ഞങ്ങൾക്ക് പ്രശ്നം വലിയ. അത് വെള്ളം ഈ പൈപ്പിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് വെള്ളം പിടിച്ച് തരാനുള്ള വഴി നോക്കണം. ആ ലൈനൊന്ന് ശരിയാക്കാൻ ഞങ്ങളെല്ലാവരും വെള്ളം കുടിക്കും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കുടിവെള്ളം അത്യാവശ്യമുള്ള കാര്യം, ഒരു കുഴിക്കിണറെങ്കിലും ഞങ്ങൾക്ക് ഒഴിച്ചു തരണം. ഞങ്ങൾക്ക് പോയി എടുത്തോണ്ട് തരാൻ മക്കൾ പോലും ഇല്ല. ഇന്ന് 12 ദിവസമായി കുടിവെള്ളം ബുദ്ധിമുട്ടായിട്ട്. മൊത്തത്തിൽ ഞങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു. കഴിഞ്ഞ
ഡിസംബർ 14 ഞങ്ങൾക്ക് വെള്ളം വന്നതാണ് ഇവിടെ. ഇതിനു മുമ്പ് വെള്ളം വന്നിട്ടുണ്ടെങ്കിലും പാലത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 14 വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് വെള്ളമില്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ്. നമുക്ക് വെള്ളമില്ലാതിരിക്കുന്നത്, വെള്ളം കറണ്ടൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അറിയാതിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? വികലാംഗരുണ്ട് ഇവിടെ ഒരുപാട്, കാല് വയ്യാത്തവരുണ്ട്, മുടന്തരുണ്ട്. ഇവർക്ക് ആർക്കും ഒരു ബാത്റൂമിൽ പോകാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോഴൊരു പ്രധാന വിവരം വരുന്നത് തൃശ്ശൂരിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തുന്നു എന്നതാണ്. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. തൃശ്ശൂരിൽ നിന്ന് ആ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത മദ്യക്കുപ്പികളുടെ ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പരിശോധനയിൽ ഇത്രയും മദ്യം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ പരിശോധന നടത്തിയത്. ഇതൊക്കെ കൈക്കൂലി പണം അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കൈക്കൂലി ഇനത്തിൽ ഈ ഓഫീസർക്ക് കിട്ടിയ മദ്യമായിരിക്കും എന്നുറപ്പിക്കാം അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഈ വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൃശൂർ ചെമ്പൂക്കാവിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത്. വൈകുന്നേരത്തോടു കൂടി നടത്തിയ റെയ്ഡിലാണ് ഇപ്പോൾ ഈ ഇൻസ്പെക്ടറുടെ, അതായത് റേഞ്ച് CI ആയിട്ടുള്ള അശോക് കുമാറിന്റെ വാഹനത്തിൽ നിന്ന് 42,000 രൂപയും അതോടൊപ്പം തന്നെ ഓഫീസിൽ നിന്ന് 32,000 രൂപയും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപ ഈ അവിടെയുള്ള ഒരു ലെഡ്ജറിൽ എഴുതി വെക്കണം എന്നതാണ് ചട്ടം. അതുകൊണ്ട് തന്നെ കണക്കിൽപ്പെടാത്ത പണമാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. അതോടൊപ്പം തന്നെ 12 മദ്യക്കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് കാലത്ത് ഇവർക്ക് കൈക്കൂലിയായി തന്നെ ലഭിച്ചതാണ് ഈ 12 മദ്യക്കുപ്പികൾ എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ വിജിലൻസ് യൂണിറ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്രതീക്ഷിതമായ ഒരു മിന്നൽ റെയ്ഡിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ എക്സൈസ് സിഐയുടെ റേഞ്ച് ഓഫീസിൽ തന്നെ പരിശോധന നടത്തുന്നതും ഈ മദ്യക്കുപ്പികളും പണവും കണ്ടെടുത്തിരിക്കുന്ന വിജയകുമാർ. അല്ല, ഇതിൽ സൂരജ് തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇത് കേവലം ഒരു ഓഫീസിൽ മദ്യക്കുപ്പികൾ സമ്മാനമായി ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇത്രയും മദ്യക്കുപ്പികൾ സമ്മാനമായി ലഭിക്കാനിടയായ സാഹചര്യം, അവർ നടത്തിയ ഇടപെടൽ, ഇതിലൊക്കെ കൂടുതൽ പരിശോധന ഉറപ്പായും നടത്തില്ല. ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് കാലമാണ്, കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഓഫീസാണ്, അതിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ്. കൈക്കൂലി വാങ്ങിയത് മദ്യം അത് കണ്ടെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടികൾ ഉറപ്പായും ഉണ്ടാകുമല്ലോ അല്ലേ? വിജയകുമാർ, തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് വിജിലൻസ് യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് കൃത്യമായും ഈ CIയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു എന്ന വിവരം തന്നെയായിരുന്നു തൃശൂർ വിജിലൻസ് യൂണിറ്റിന് ലഭിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ വിജിലൻസ് യൂണിറ്റ് ഈ CIയുടെ കാര്യാലയത്തിലെത്തുന്നതും പിന്നീട് പരിശോധന നടത്തുന്നതും ഈ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തിൽ തന്നെ ആദ്യം പരിശോധന നടത്തുന്നു. CIയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നാണ് 42,000 രൂപ കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഓഫീസിലും ഇതേ സംഘം പരിശോധന നടത്തുന്നു. ഓഫീസിൽ നിന്നും 32,000 രൂപ കണ്ടെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓഫീസിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ മദ്യക്കുപ്പി കൈക്കൂലി ഇനത്തിൽ കൈപ്പറ്റിയതാണ് എന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് വിജിലൻസിന് ചില പരാതിക്കാരുടെ പരാതി ലഭിച്ചത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് പരിശോധന നടത്തിയത്. സ്വാഭാവികമായും രാവിലെ ഡ്യൂട്ടിയിൽ കയറുന്ന ഉദ്യോഗസ്ഥൻ അവരുടെ കയ്യിലുള്ള പണം എത്രയാണ് എന്നുള്ളത് അവിടുത്തെ ലെഡ്ജറിൽ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ ഈ പണം കൃത്യമായി ഇവരെല്ലാവരും കയ്യിലുള്ള പണം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പുറമെയുള്ള തുകയാണ് ഇപ്പോൾ ഈ ഓഫീസിൽ നിന്നും ഇവരുടെ കൈക്കിൽ നിന്നും നിലവിൽ വിജിലൻസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൈക്കൂലിപ്പണമാണ് എന്ന് വിജിലൻസ് ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഈ CIക്കെതിരെ ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വിജിലൻസ് വ്യക്തമാക്കുന്നത്. CI അല്പസമയത്തിനകം തന്നെ കസ്റ്റഡിയിലെടുക്കും. നിലവിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് തൃശൂരിലെ വിജിലൻസ് യൂണിറ്റ്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. തൃശ്ശൂരിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടന്നത്. പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു വിജിലൻസ് അവിടെ പരിശോധന നടത്തിയപ്പോൾ തുടർ നടപടികൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ട് എന്ന് തന്നെയാണ് തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരേഷ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് DMO ഓഫീസിലെ അധികാര കസേരക്കളിയിൽ ഒടുവിൽ ക്ലൈമാക്സ്. ഡോക്ടർ ആശാദേവിയെ DMO ആയി നിയമിച്ച സർക്കാർ പുതിയ ഉത്തരവിറക്കി. ഡിസംബർ 9 സ്ഥലം മാറ്റ ഉത്തരവ് അതേപടി നടപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷമായിരുന്നു. ഓഫീസുകളിൽ കേക്ക് മുറിച്ചും ഭക്ഷണം വിതരണം ചെയ്തും സർക്കാർ ജീവനക്കാരും ക്രിസ്തുമസ് ആഘോഷം കെങ്കേമമാക്കി. എന്നാൽ കോഴിക്കോട് DMO ഓഫീസിലെ കാര്യങ്ങൾ അല്പം വെറൈറ്റി ആയിരുന്നു. ഇവിടെ നടന്നത് ക്രിസ്തുമസ് ആഘോഷമായിരുന്നില്ല, പകരം കസേരകളിയായിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള കസേരകളി.
അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ രംഗങ്ങൾ അനുവർത്തമാക്കും വിധമായിരുന്നു നമ്മളിപ്പോൾ ഉള്ള DMO ഓഫീസിലെ കഴിഞ്ഞ 2 ദിവസമായുള്ള കാഴ്ചകൾ. ട്രിബ്യൂണൽ ഉത്തരവുമായി നിലവിലെ DMO ആയ ഡോക്ടർ N രാജേന്ദ്രനും സർക്കാരിന്റെ സ്ഥലംമാറ്റ ഉത്തരവുമായി ഡോക്ടർ ആശാദേവിയും 2ാം ദിനവും ജോലിക്കെത്തി. ആദ്യമെത്തിയ ഡോക്ടർ N രാജേന്ദ്രൻ സീറ്റ് കൈക്കലാക്കി. പിന്നാലെ ഡോക്ടർ ആശാദേവിയും ക്യാബിനിലേക്ക്. തുടർന്ന് താനാണ് DMO എന്ന ഭാവത്തിൽ ഇരുവരും മുഖാമുഖം നോക്കിയിരുന്നു. കസേര പോകുമെന്ന ഭയത്തിൽ ഇരുവരും ഇരിപ്പുറപ്പിച്ചു. ഉച്ചയോടെ ഡോക്ടർ ആശാദേവി താൽക്കാലികമായി ഓഫീസ് വിട്ടു. വൈകിട്ട് ഡോക്ടർ രാജേന്ദ്രനും ഓഫീസിൽ നിന്നും ഇറങ്ങി. ചോദ്യങ്ങളോട് മൗനമായിരുന്നു മറുപടി. എനിക്കൊന്നും പറയാനില്ല, ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്കൊന്നും പറയാൻ. 5 മണിയോടെ ആശാദേവി DMO കസേരയിൽ തിരികെ എത്തി. കസേരകളിക്കൊടുവിൽ ആശാദേവിയെ പിന്തുണച്ചാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതുപ്രകാരം 9-ന് പുറത്തിറങ്ങിയ മുഴുവൻ സ്ഥലം മാറ്റവും നടപ്പാക്കും. ഡോക്ടർ രാജേന്ദ്രൻ DHSന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനമേൽക്കണം. 9-ന് പുറത്തിറങ്ങിയ ആരോഗ്യവകുപ്പിന്റെ സ്ഥലം മാറ്റ ഉത്തരവാണ് തർക്കങ്ങൾക്കും കാരണമായത്. ട്രിബ്യൂണലിനെ സമീപിച്ച ഡോക്ടർ N രാജേന്ദ്രൻ സ്ഥലം മാറ്റ ഉത്തരവിന് സ്റ്റേ വാങ്ങുകയായിരുന്നു. ഇന്നലെ സ്ഥലം മാറ്റ ഉത്തരവും കോടതി ഉത്തരവുമായി ഡോക്ടർ ആശാദേവിയും എത്തിയതോടെയാണ് രംഗം വഷളായത്. സംഭവം ചർച്ചയായെങ്കിലും താനാണ് യഥാർത്ഥ DMO എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇരുവരും. സംഭവ വികാസങ്ങളിൽ ജീവനക്കാരും അന്തം വിട്ടുനിന്നു. DMO ഓഫീസിൽ ഭരണസ്തംഭനം എന്ന ആരോപണവുമായി NGO അസോസിയേഷൻ പ്രതിഷേധിച്ചു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ താണ്ഡവമാടുന്ന കോഴിക്കോടാണ് കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിലുള്ള അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയത്. ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അലംഭാവമുണ്ടായി എന്ന കാര്യം പച്ചവെള്ളം പോലെ വ്യക്തമാണ്. ഈ ഉത്തരവോടെ ഇതെല്ലാം കെട്ടടങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട്. അത് പരിഹരിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനും നിയോഗിക്കപ്പെട്ട ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജില്ലയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന DMO. ആ DMO ആര് എന്നതിൽ ഏതാണ്ട് 36 മണിക്കൂർ തർക്കമായിരുന്നു. വളരെ വൈകി ഇത്രയും വലിയ വാർത്തകളും ചർച്ചകളും ഒക്കെ നടന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഇടപെടൽ തന്നെ അവിടെ ഉണ്ടായത്. ഉദ്യോഗസ്ഥർക്ക് മറ്റ് ജീവനക്കാർക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആ ഓഫീസിൽ സേവനം തേടിയെത്തുന്ന നാട്ടുകാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ ഇതാ ഇപ്പോൾ ഇടപെട്ടു. അവിടെ ഒരു DMO ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ അവസാനിക്കുമോ അതോ വീണ്ടും നിയമയുദ്ധമോ ഒക്കെ നടക്കുമോ എന്നറിയില്ല. എന്തായാലും കാത്തിരിക്കാം. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജനാധിപത്യ വാർത്താ മണിക്കൂർ തുടരുകയാണ്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയിട്ട് 5ാം ദിവസം പിന്നിടുമ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരോപണ വിധേയർക്കെതിരെ ഇതുവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല. സൊസൈറ്റി ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത് തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ ഇന്ന് ആരോപണ വിധേയരായ 3 സൊസൈറ്റി ജീവനക്കാരെ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഭരണസമിതി ഇന്ന് സസ്പെൻഡ് ചെയ്തു. കേസ് അന്വേഷണത്തിൽ പോലീസും CPIM ഒത്തുകളിക്കുകയാണെന്ന് BJP ആരോപിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ സാബു തോമസ് ജീവനൊടുക്കിയിട്ട് ഇന്ന് 5ാം ദിവസമാണ്. സാബുവിന്റെ മൃതശരീരത്തിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ 4 പേരുകളും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരാമർശിക്കുന്ന 4 ആളുകളും ഇപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ സുരക്ഷിതരായി വിലസുകയാണ്. പോലീസ് അന്വേഷണം ഈ ഘട്ടത്തിൽ കാര്യക്ഷമമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാണ് ആദ്യം മുതൽ തന്നെ സാബുവിന്റെ ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെയും മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. സൊസൈറ്റിയിലെ CCTVയും മൊഴിയും പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് കുറ്റകരമായ അനാസ്ഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ ഇതിനെക്കുറിച്ചൊരു നല്ല അന്വേഷണം നടത്തണം. ഇപ്പം കട്ടപ്പന CIയും തങ്കമണി CIയും അന്വേഷിച്ച വല്ലതും എത്തുമോ? ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. വിവാദങ്ങൾ പിടിവിടാതെ തുടർന്നതോടെ റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് കമ്മിറ്റി അംഗങ്ങൾ യോഗം ചേർന്നു. തുടർന്ന് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ട്
ഒരു സസ്പെൻഷൻ നടപടിയും എടുത്തു. അന്വേഷണ വിധേയമായി മാത്രം സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണക്കാരായവരെ സാബു തോമസ് തന്നെ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരായ നടപടി അനിവാര്യമാണ്. അടിയന്തരമായി അത് സ്വീകരിക്കേണ്ടതുമാണ്. പോലീസ് എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത തുടരുന്നതെന്ന് പൊതുസമൂഹം ചോദിക്കാൻ ഇടവരരുത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇതുവരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ചുമത്തി ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതിൽ തുടർ നടപടികൾ ഇങ്ങനെ വൈകുന്നത് എന്ന ചോദ്യം ന്യായമായും ഉയരും. അതിന് തൃപ്തികരമായ മറുപടി ഇതുവരെ പോലീസ് പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. അതിൻ്റെ അത്രത്തോളം വ്യക്തമാണ് അവിടുത്തെ വീഴ്ചയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതാ വളരെ ആശങ്കപ്പെടുത്തുന്ന വേദനാജനകമായൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. വീട്ടുമുറ്റത്തിരുന്ന വയോധികയെ തെരുവ് നായ കടിച്ചു കൊന്നു എന്നാണ് ആ വിവരം. അത് ആലപ്പുഴയിൽ നിന്നാണ് ആ വിവരം വരുന്നത്. ആറാട്ടുപുഴ വലിയഴീക്കൽ അരയൻ്റെച്ചിറയിൽ കാർത്തിയായനി 81 വയസ്സുള്ള വയോധികയാണ്. അവരെയാണ് തെരുവ് നായ കടിച്ചു കൊന്നത്. മുഖം പൂർണ്ണമായും നായ കടിച്ചെടുത്തു എന്നാണ് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണ് വരുന്നത്. തെരുവുനായ മനുഷ്യരെ കടിക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഓടിക്കുകയും കടിയേൽക്കാതെ പലരും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ ദിവസം എന്ന വണ്ണം നമ്മൾ കാണുകയാണ്. ഇതാ ഇപ്പോൾ അതിനിടെയാണ് ഒരു വയോധികയെ തെരുവുനായ കടിച്ചു കൊന്നു എന്ന വിവരം വരുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? ഒരു വയോധിക തെരുവുനായയുടെ കടിയേറ്റു മരിച്ചു എന്ന വളരെ പേടിപ്പെടുത്തുന്ന വിവരമാണല്ലോ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. വിജയകുമാർ, വളരെ ദാരുണമായ സംഭവമാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ കാർത്തിയാനിയമ്മയാണ് മരിച്ചത്. കാർത്തിയാനിയമ്മയുടെ വീട് ആലപ്പുഴ തകഴിയിലാണ്. കാർത്തിയാനിയമ്മയുടെ മൂത്ത മകൻ പ്രകാശന്റെ വീട് വലിയഴിക്കലാണ്. ആറാട്ടുപുഴ വലിയഴിക്കൽ എന്ന സ്ഥലത്താണ്. അവിടെ ഈ ക്രിസ്മസ് പ്രമാണിച്ച് മകന്റെ വീട്ടിൽ, മകൻ വേറെ താമസിക്കുകയാണ്. മകൻ അമൃത ആശുപത്രിയിലെ ജീവനക്കാരൻ കൂടിയാണ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് കാർത്തിയാനിയമ്മ ഇന്ന് മറ്റു മക്കളുടെ കൂടെയൊക്കെ തന്നെ എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസ് തലേന്ന് ഈ വീട്ടിലേക്ക് പോയത്. വലിയഴിക്കൽ അരയൻ്റെച്ചിറ വീട്ടിലേക്ക്, മകന്റെ പ്രകാശന്റെ വീട്ടിലേക്ക് ചെന്നത്. അവിടെ വെച്ചാണ് ഈ 5 മണിയോടുകൂടി സംഭവം ഉണ്ടാകുന്നത്. അതായത് വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്നു. അധികം ആളുകൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും അകത്തും മറ്റിടങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു. നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പരിമിതമായിട്ടുള്ള വിവരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം 2 മണിക്കൂർ പോലും ആയിട്ടില്ല. 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ നാട്ടുകാർ അടുത്തെത്തുന്ന സമയത്ത് ഈ അമ്മ കാർത്തിയാനിയമ്മ അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ മുഖം ഭാഗത്ത് പൂർണ്ണമായും ഈ നായ കടിച്ചെടുത്തു. ആദ്യം ആർക്കും മനസ്സിലായില്ല ഇതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് അവിടെ ഈ ചോരയുടെ പാടുകളൊക്കെ ഉള്ളൊരു നായയെ അവിടെ പരിസരത്ത് തന്നെ കണ്ടത്. അങ്ങനെയാണ് ഈ നായ ആക്രമിച്ചു എന്ന് മനസ്സിലാകുന്നതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി അതല്ല കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നായക്ക് അതിനു മുമ്പ് ആരെങ്കിലും വന്ന് നായ ഓടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇങ്ങനെ ഒരു വിവരമാണ് നിലവിൽ ഈ ആറാട്ടുപുഴയിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ആളുകളൊക്കെ തന്നെ കൂടി ആ സമയത്ത് ബോധരഹിതയായി ഇവിടെ കിടക്കുകയായിരുന്നു. ദേഹമാസകലം ഈ നായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. മുഖഭാഗമാണ് കൂടുതലായും നായ കടിച്ചത്. അങ്ങനെ മുഖത്തിന്റെ ആ ഭാഗം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്കത് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി അവിടെ കായംകുളം കൊച്ചിയുടെ ജെട്ടി പാലം വഴി അവിടെ എത്താൻ പറ്റുന്ന ആശുപത്രി കായംകുളം താലൂക്ക് ആശുപത്രിയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അവിടെ വെച്ച് തന്നെ റോഡത്താണ് എന്നാണ് ഡോക്ടർമാർ അവിടെ വെച്ച് പറയുന്നത്. നായ്ക്കൾ ഇങ്ങനെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെങ്കിൽ ഇത്ര ദാരുണമായ സംഭവം നേരത്തെ മുൻപൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കുക, കൊട്ടേഷൻ സംഘങ്ങളൊക്കെ തന്നെ ആക്രമിക്കുന്ന പോലെ നായ വന്ന് ആക്രമിച്ച് ഈ രീതിയിൽ മുഖമൊക്കെ തന്നെ വിരൂപമാക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുക. അങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്ന ആലപ്പുഴ വലിയഴിക്കൽ ആറാട്ടുപുഴയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മകന്റെ വീട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയ 81 വയസ്സുള്ള കാർത്തിയാനിയമ്മയ്ക്കാണ് ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത്, ആരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, മറ്റു വിവരങ്ങൾ ഈ പ്രദേശത്ത് തെരുവുനായ ആക്രമണം തുടർച്ചയായി ഉള്ള സ്ഥലമാണോ, അതിന് നായ്ക്കൾക്കുള്ള വന്ധീകരണ പദ്ധതി അത് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതാണെങ്കിൽ ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ഇതിപ്പോ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് മനീഷിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം അല്ലേ? അതായത് ഈ സ്പോട്ടിൽ വെച്ച് തന്നെ ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധികയായ കാർത്തിയായനി അമ്മ മരിച്ചിരുന്നു.
അതിനുശേഷമാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അവിടെ ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന വിവരം, അല്ലേ? തീർച്ചയായും വിജയകുമാർ. അതായത് ഈ സമയത്ത് ആളുകൾ കാണുന്ന സമയത്ത് ഈ കാർത്തിയാനി അമ്മ അവിടെ ബോധരഹിതയെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഈ നായ ആക്രമിക്കുന്നത് മറ്റാരും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ആക്രമിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കിടന്നിട്ട് ഏറെ നേരം അവിടെ കിടന്നിട്ടുണ്ടാകാം, രക്തം വാർന്നിട്ടുണ്ടാകാം. പ്രത്യേകിച്ചും കാർത്തിയാനി അമ്മയ്ക്ക് 81 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടും ഈ ശാരീരികമായി ഈ നായയെ ആക്രമിക്കാൻ വന്നാൽ പെട്ടെന്ന് മാറുകയോ അതിനെ ആക്രമണത്തിൽ നിന്നും കുതറി മാറാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും ഉള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കില്ല കാർത്തിയാനി അമ്മയ്ക്ക്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടും ചിലപ്പോൾ അധികം ആളുകൾ ആരും കാണാത്ത തരത്തിലൊരു സ്ഥലത്തായിരിക്കാം ഈ കാർത്തിയാനി അമ്മ വീണ് കിടന്നിരുന്നത്. അങ്ങനെ രക്തം വാർന്നിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടായിരിക്കും മറ്റാളുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും കാർത്തിയാനി അമ്മ മരിച്ചിരുന്നു. ഈ സംഭവം ഇന്ന് രാവിലെയാണ് തകഴിയിൽ നിന്നും ഈ മകന്റെ വീടായിട്ടുള്ള ആറാട്ടുപുഴയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ കാർത്തിയാനി അമ്മയുടെ വീട് ആലപ്പുഴ തകഴിയിലാണ്. അവിടെ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ആറാട്ടുപുഴ. അവിടെ എത്തിയ സമയത്താണ് ഇങ്ങനെയുള്ളൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെയുള്ളൊരു ധാരണ ഞെട്ടിക്കുന്ന സംഭവം, തെരുവ് നായ്ക്കളൊക്കെ ഈ രീതിയിലൊക്കെ തന്നെ ആളുകളെ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള സംഭവം, ഇത്തരം സംഭവങ്ങളിലൂടെയാണ് നമുക്ക്. ശരിയാണ് മനീഷ്, അത് ഞെട്ടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നടുക്കുന്ന ഒരു വിവരം തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. മനീഷ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് വരേണ്ടത്. ഈ ആറാട്ടുപുഴയിലാണ് വലിയഴീക്കൽ അരയൻ്റെച്ചിറയിൽ കാർത്തിയായനി അമ്മ 81 വയസ്സാണ് വയോധികയ്ക്കുള്ളത്. അവരെയാണ് തെരുവുനായി ആക്രമിച്ചത്. ശരീരമാസകലം ആഴത്തിലുള്ള മുറിവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖം പൂർണ്ണമായും നായ കടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഇന്ന് രാവിലെയാണ് ഈ ആറാട്ടുപുഴ വലിയഴീക്കൽ മകൻ്റെ വീട്ടിലേക്ക് ഈ അമ്മ എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും വരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ജനകീയ വാർത്താ മണിക്കൂർ തുടരുന്നു. നമ്മൾ വീണ്ടും ആലപ്പുഴയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. വലിയഴീക്കൽ സ്വദേശി കാർത്തിയായനിയമ്മയാണ് മരിച്ചത്. ഇവരുടെ മുഖം പൂർണ്ണമായും നായ കടിച്ചെടുത്തു. വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. വയോധിക മാത്രം ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്ന ഒരവസ്ഥയാണ്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. 81 വയസ്സുള്ള വളരെ പ്രായമുള്ള ഒരു സ്ത്രീ, ആ അമ്മ മാത്രമാണ് ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നത്. അപ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത് എന്നാണ് ഒടുവിൽ വരുന്ന വിവരം. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് ഏത് പഞ്ചായത്ത് പരിധിയിലാണ് ഈ അപകടം? വലിയഴീക്കൽ ആണോ? വിജയകുമാർ, ഈ ഇങ്ങനെ നാടിനെ നടുക്കുന്ന ഇങ്ങനെ ഒരു തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആറാട്ടുപുഴ പഞ്ചായത്താണെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ആറാട്ടുപുഴ, അതായത് വലിയഴീക്കൽ ആറാട്ടുപുഴയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അരയൻ്റെച്ചിറയിൽ കാർത്തിയാനി അമ്മ, അതായത് കാർത്തിയാനി അമ്മയുടെ വീട് യഥാർത്ഥത്തിൽ തകഴിയിലാണ്. തകഴിയിൽ നിന്നും മകൻ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് മകൻ പ്രകാശൻ അവിടെ മാറി കുടുംബവുമായി താമസിക്കുന്നത് ആറാട്ടുപുഴയിലാണ്. അവിടെ ഇന്ന് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ തന്റെ മറ്റു മക്കളുടെ ഒപ്പം ഇന്ന് അവിടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ ഉച്ച കഴിഞ്ഞ ശേഷം മക്കൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. അവിടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് കാർത്തിയാനി അമ്മയ്ക്ക് 81 വയസ്സുണ്ട്. കാർത്തിയാനി അമ്മ ഈ വീടിന്റെ മുറ്റത്തിരിക്കുന്ന സമയത്ത് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് വന്ന് കാണുന്നത് ആ വീട്ടിൽ ആരുമില്ല. പക്ഷെ വീട്ടുമുറ്റത്ത് ഈ വയോധികയായ കാർത്തിയാനി അമ്മ കിടക്കുന്നു. ഒരാൾ നോക്കുന്ന സമയത്ത് ഈ മുഖത്തിന്റെ ആ മുഖഭാഗം മുഴുവനായി കടിച്ച നിലയിലായിരുന്നു. സമീപത്ത് തെരുവുനായയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോരയുടെ പാടുകൾ കൊണ്ടൊരു തെരുവുനായയെ ഇവിടെ കാണുന്നു. അങ്ങനെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുന്നതും. ഒപ്പം തന്നെ ഈ ശരീരഭാഗത്ത് മുഴുവനും തെരുവുനായ കടിച്ചതിന്റെയും അത് ആക്രമിച്ചതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ കാർത്തിയാനി അമ്മയ്ക്ക് 81 വയസ്സുള്ളത് കൊണ്ട് ആരോഗ്യപരമായി ശാരീരികമായി ഓടി രക്ഷപ്പെടാനോ ഈ നായയുടെ കടിയിൽ നിന്നും മാറിപ്പോകാനോ ഉള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നായയ്ക്ക് ആ രീതിയിൽ ഈ വയോധിക ആക്രമിക്കാൻ സാധിച്ചു. ഇത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ്. തീരദേശ മേഖല കൂടിയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് തീരദേശ മേഖലയാണ്. ഒരുപാട് തൊട്ട അയൽവക്കമുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ 5 മണി സമയത്ത് എന്തുകൊണ്ട് മറ്റാളുകൾ കണ്ടില്ല എന്നുള്ള കാര്യം, ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്കത് അറിയില്ല. എന്തായിരിക്കും എത്ര അധികം നേരവും അവിടെ കിടക്കാനുണ്ടായ സാഹചര്യം. പക്ഷേ രക്തം വാർന്നിട്ടുണ്ടാവും മരിച്ചത്. ഇത്രയും അധികം ഈ രീതിയിലുള്ള ഒരു ആക്രമണം തെരുവുനായ ആക്രമണം നടത്തുമോ എന്നൊക്കെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മുഖഭാഗം തന്നെ പൂർണ്ണമായും നായ കടിച്ചെടുക്കുന്നത് കാണുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് ഏറ്റവും അടുത്ത ആശുപത്രി ഉള്ളത് കായംകുളം താലൂക്ക് ആശുപത്രിയാണ്. അവിടെ കൊച്ചിയുടെ ചെട്ടി പാലം വഴിയാണ് ഈ
കായൽ കടന്ന് ഒരു പാലത്തിലൂടെയാണ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് ക്ഷണിക നേരം കൊണ്ട് എത്തിക്കാൻ സാധിച്ചെങ്കിലും കാർത്തിയായനമ്മ മരിച്ചിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ. മനീഷ് തുടരുക. ഇപ്പോൾ രശ്മി രഞ്ജിത്ത് അവിടുത്തെ വാർഡ് അംഗമാണ്, വാർഡ് പഞ്ചായത്ത് അംഗമാണ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. രശ്മി രഞ്ജിത്ത്, ഈ സംഭവത്തെ പറ്റി അറിഞ്ഞിരുന്നല്ലോ, എന്താണ് അവിടെ നടന്നത് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാണോ? ഞാനിവിടെ കുറച്ച് മുമ്പെയാണ് അറിഞ്ഞു വന്നപ്പോഴത്തേന് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഇവിടെ വെളിയിൽ എങ്ങാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേന് തെരുവ് നായകളുടെ ശല്യം ഇവിടെ ഭയങ്കര ശല്യമാണ്. അപ്പൊ അമ്മയെ ആക്രമിച്ചു. ആ സമയത്താണ് മകൻ ഇവിടെ വന്നത്. മകൻ കണ്ട് മകനും മരുമകളും വെളിവെക്കുന്നത് കേട്ടുകൊണ്ട് അവിടുന്ന് അടുത്ത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഓടി വന്നു. പിന്നെ അമ്മയ്ക്ക് മുഖമൊക്കെ കടിച്ച് പറിച്ച് സ്ഥിതിയിലായിരുന്നു. അവിടെ ഒരു തെരുവുനായ വലിയ പ്രശ്നമുണ്ടാക്കുന്ന മേഖലയാണല്ലേ? പ്രശ്നം ഉണ്ടാക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് തെരുവുനായ്ക്കൾ. ഇപ്പൊ തന്നെ നമ്മളിവിടെ എന്നിട്ടും നമ്മുടെ റോഡിന്റെ അപ്പുറ സൈഡിൽ നിന്ന് ഇഷ്ടം പോലെ തെരുവുനായ്ക്കൾ കിടപ്പുണ്ട്. ഇത് ഈ തെരുവുനായ ആക്രമിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? ഈ അമ്മ ബഹളം വെച്ചപ്പോഴാണോ ആളുകളൊക്കെ മകനൊക്കെ ഓടിയെത്തിയത്? അത് തന്നെ, അമ്മയും മകനില്ലായിരുന്നു, അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വേലിയുടെ സൈഡിൽ പൊളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആ സൈഡിൽ കൂടെ അങ്ങാണ്ട് തെരുവുനായ കയറിയത്. ഇത് ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണല്ലോ, പക്ഷെ എന്നിട്ടും ആ സമയത്ത് അറിഞ്ഞില്ല അല്ലേ? അത്തരം ഒരു ആക്രമണം നടക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ ആരും ശ്രദ്ധിച്ചില്ല. അമ്മയുടെ വിളി കേട്ടോണ്ടാവും ഓടി മകൻ വന്നത്. പിന്നെ അങ്ങനെയാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് എനിക്ക്. ഈ പഞ്ചായത്തിന് ഈ തെരുവുനായകളുടെ ശല്യം തടയാൻ, അതിനെ പിടിക്കാനും ഇതിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ഒക്കെയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നില്ലേ ആ പഞ്ചായത്തിൽ? ഇത് വലിയഴിക്കൽ ഏത് പഞ്ചായത്താണിത്? ആറാട്ടുപുഴ പഞ്ചായത്ത്. നമ്മൾ പ്രാവശ്യം ഇതുപോലെ വന്ധീകരണം നമ്മൾ നടത്തി കുറച്ച് നായ്ക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഒത്തിരി എനിക്കൊന്ന് പുറത്തു നിന്നുള്ള നായ്ക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നൊരു സ്ഥിതിയുണ്ട്. പാലവും ലൈറ്റ് ഹൗസും ഒക്കെ വന്നപ്പോഴത്തേന് ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് നായ്ക്കളെ കൊണ്ട് ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഇവിടെ കൂടുതൽ വർദ്ധിച്ചു വരുന്നത് നായ്ക്കൾ. രശ്മി രഞ്ജിത്ത് അവിടുത്തെ പഞ്ചായത്ത് അംഗമാണ്. ഈ വാർഡ്, ഈ അപകടം, ഈ കാർത്തിയായനമ്മയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റ ആ പ്രദേശത്തെ പഞ്ചായത്ത് അംഗമാണ് രശ്മി രഞ്ജിത്താണ് പ്രതികരിച്ചത്. ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അമ്മയുടെ നിലവിളി കേട്ടാണ് മകനും മരുമകളും അയൽവക്കക്കാരും ഒക്കെ ഓടിയെത്തിയത്. അവരെത്തിയുമ്പോഴേക്കും ഏതാണ്ട് മൃതപ്രായയായിരുന്നു 81 വയസ്സുകാരിയായ കാർത്തിയായനി അമ്മ എന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. മനീഷ് തുടരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ അംഗം പറയുകയായിരുന്നു, ഇവിടെ ഈ മേഖലയിൽ തെരുവുനായകളുടെ വലിയ ശല്യമുണ്ട്, അതുതന്നെയാണ് അടിസ്ഥാന പ്രശ്നം, അത് പരിഹരിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല, അതിനപ്പുറത്തേക്ക് അവിടെ പ്രതിസന്ധിയുണ്ട് എന്ന് പറയുകയായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ പലയിടത്തും, ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളെ തെരുവ് നായകൾ ഓടിക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കുട്ടികൾ ഓടുമ്പോൾ അവർ വീഴുന്നത്, മുതിർന്ന ആളുകൾ, പ്രായമുള്ള, കഴിഞ്ഞ ദിവസം ഈ തൃക്കാക്കരയിൽ വളരെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് തെരുവുനായകൾ പിന്നാലെ വന്ന് കടിച്ച് വലിയ പരിക്കേൽപ്പിച്ചത്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ ഓരോ ദിവസവും വരുന്നുണ്ട്. ഇപ്പോഴിതാ ഒരു ജീവൻ വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണല്ലോ ഈ അപകടം വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയകുമാർ, നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ആറാട്ടുപുഴ, കള്ളിക്കാട്, പത്തിശ്ശേരി തുടങ്ങിയ മംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്താണ്, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു വലിയ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങൾ, ഈ കള്ളിക്കാട്, മംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കേണ്ട നടപടികളുടെ യാതൊരുവിധ തരത്തിലുള്ള ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് നമുക്ക് പ്രാഥമികമായി അവിടെ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് നാടിനെ നടുക്കുന്ന സംഭവമാണ്. ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമോ എന്ന് പലരെയും നമ്മൾ അവിടെ വിളിക്കുമ്പോൾ ഇതേ സംഭവം ഇത്രമാത്രമാണ് ആളുകൾക്ക് അറിയാവുന്നത്. ഈ അമ്മയും ഈ വീട്ടിൽ മാത്രമുള്ള സമയത്ത് എന്താണ് സംഭവിച്ചത്, ഏത് വിധത്തിലാണ് ഈ നായ ആക്രമിക്കാൻ എത്തിയത്, വീട്ടുമുറ്റത്തിരുന്ന സമയത്ത് നായ കടന്നു കയറി ആക്രമിക്കുകയായിരുന്നോ എന്നുള്ള അടക്കം കാര്യങ്ങൾ ഇത് കണ്ട സാക്ഷികൾ ആരുമില്ല. ഈ നായ ഈ അമ്മയെ ആക്രമിക്കുന്നത് കണ്ടവരായിട്ടുള്ള ആരുമില്ല. അമ്മയുടെ നിലവിളി കേട്ടെത്തിയവർ ആണ് മകനും മകളും എന്നാണ് അറിയുന്നത്, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് തന്നെ ഈ മുഖഭാഗം കൂടുതലായി കടിച്ചിരുന്നു. സ്വാഭാവികമായും രക്തം വാർന്നു
കടന്നൊഴുകുന്ന സാഹചര്യമാണ്. തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം പാലങ്ങൾ, വള്ളം, ജങ്കാറിലൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പുറം ലോകത്തേക്ക് എത്തുക. അങ്ങനെ കൊച്ചിയുടെ ചെട്ടി പാലം വന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ. അങ്ങനെ ആ മാർഗം പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അധികം താമസിച്ചില്ലെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ കാർത്തിയാനി അമ്മ മരിച്ചിട്ടുണ്ടാകാം. ഈ സമയം 5 മണി സമയമാണ്. ആ സമയത്ത് ആളുകളൊക്കെ തന്നെയുള്ള മേഖലയാണ്. പക്ഷേ ഈ തിരുവനായ ആക്രമിക്കുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം ഒച്ച വെക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ആദ്യം ഈ നായ ആക്രമിച്ച് തന്നെ മുഖത്താണെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് നിലവിളിക്കാനോ മറ്റാളുകളെ കൂട്ടാനോ ഓടി രക്ഷപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി നായ പിന്നിൽ നിന്ന് വന്ന് ആക്രമിക്കുകയാണെങ്കിൽ കൂടി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തത വന്നിട്ടില്ല. ഇനി ഇത് സംബന്ധിച്ചുള്ള ബാക്കി നടപടികൾ പോലീസ് എത്തണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് നടപടികൾ ശേഖരിക്കണം. ശരി മനീഷ്, എന്തായാലും വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വിവരം തന്നെയാണ്. അവിടെ തെരുവ് നായ്ക്കളുടെ ആക്രമണം അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം പതിവാണ്. അത് പരിഹരിക്കാൻ പഞ്ചായത്ത് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ചില നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും അത് ഫലം കാണുന്നില്ല എന്ന് പഞ്ചായത്ത് അംഗം തന്നെ പറയുകയാണ്. ഈ തെരുവുനായ ആക്രമണം ഉണ്ടായ വാർഡിലെ അംഗം കൂടിയാണ് രശ്മി. അവരത് വിശദീകരിക്കുകയായിരുന്നു. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കാർത്തിയായനമ്മ മരിച്ചിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഈ കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സൊസൈറ്റി ജീവനക്കാരായ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലീസ് ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്. ഇവരുടെ പേര് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്നു. എന്തുകൊണ്ട് പോലീസ് എന്നിട്ടും ആത്മഹത്യാ പ്രേരണാ കുറ്റം ഇവർക്കെതിരെ ചുമത്തുന്നില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. ഒരു CPM നേതാവ്, പ്രാദേശിക നേതാവ് ഈ നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഈ ബാങ്കിലെ 3 ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ചു. വലിയഴീക്കൽ സ്വദേശി കാർത്തിയായനി അമ്മയാണ് മരിച്ചത്. 80 വയസ്സിലധികം പ്രായമുണ്ട്. അവർ മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്താണ് തെരുവുനായ ആക്രമിച്ചത്. ദേഹമാസകല മുറിവുകളുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിവരം വരുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ N സജീവൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജീവൻ, താങ്കൾക്ക് ഈ വിവരം, ഈ ദുരന്തം, ഈ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ അവിടുത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞിരുന്നു അവിടെ ഈ തെരുവുനായയുടെ ആക്രമണം അല്ലെങ്കിൽ തെരുവുനായയുടെ ശല്യം വളരെ അധികമുള്ള ഒരു മേഖലയാണ് എന്നത്. എന്താണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ നിന്ന്? ഈ തെരുവുനായ കൂടുതൽ ഉള്ള ഒരു പഞ്ചായത്താണ്. നമ്മള് ഇതിന്റെ ഈ തെരുവുനായകളെ വന്ധ്യീകരിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ചെയ്തതാണ്. അപ്പോ ഈ പ്രാവശ്യം നമ്മൾ പദ്ധതിയിൽ അതിനുവേണ്ടി കാശ് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ജില്ലാ പഞ്ചായത്താണ് കുടുംബശ്രീയുമായി ചേർന്ന് ഇതിന്റെ പ്രോഗ്രാം നടപ്പാക്കുന്നത്. നമുക്കല്ലാതെ വേറെ ഒന്നും ഈ തെരുവുനായ്ക്കളെ ഒന്നും ചെയ്യാൻ നോക്കത്തില്ലല്ലോ. പിന്നെ ഈ കൊച്ചിടചെട്ടി പാലം വന്നതോടുകൂടി കിഴക്കൻ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഈ പട്ടിയെ ഓടിച്ച് ഇങ്ങനെ പടിഞ്ഞാറോട്ടി ആടിക്കുക. പടിഞ്ഞാറ് വന്ന് ഈ ആളുകളുടെ ഒരു മനോഭാവമുണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചാൽ ചാപ്പാട് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഈ ചാപ്പാടും കഴിച്ച് ഇങ്ങനെ കിടക്കുക, അങ്ങനെയുള്ള പട്ടികളാണ്. ഈ ഈ ഓടിച്ചിട്ട് കടിച്ചതും അങ്ങനെയുള്ള ഒരു സംഭവമല്ല ഇത്. ഇത് വീട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ്. അപ്പോ ഈ തള്ളയുടെ മകനും മകളും മരുമകളും അവര് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവര് എവിടെയോ പോയിരുന്നു. ആ പോയിരുന്ന സമയത്താണ് ഈ നായ്ക്കള് ഇത് ആഹാരവും മണത്തായിരിക്കും വന്നത്. ആഹാരവും മണത്ത് വന്നിട്ട് ഈ തള്ളയും ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു എന്നാണ് പ്രാഥമികമായി കിട്ടുന്നത്. അതങ്ങനെ തന്നെയാണോ? അതെ അതെ. ഇത് ഈ അക്രമകാരികളായ തെരുവുനായ്ക്കളാണ് അവിടെയുള്ളത്. സാധാരണ അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കിട്ടി കഴിഞ്ഞുകൂടുന്നതാണെങ്കിൽ നാട്ടുകാരെ ആക്രമിക്കണമെന്നൊന്നുമില്ല. ഇത് പെട്ടെന്ന് അക്രമാസക്തരായി എങ്കിൽ എന്തെങ്കിലും പേവിഷബാധയോ ഒക്കെ ഉള്ള നായ്ക്കളുണ്ടോ അവിടെ? ആ മട്ടിലൊന്നുള്ള പരിശോധനയൊക്കെ അങ്ങനെയാണെങ്കിൽ നടത്തേണ്ടി വരുമല്ലോ. അത് കൂടുതലും അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുമല്ലോ. ആ മേഖലയിലാകെ അത് പ്രശ്നമാകുമല്ലോ. അല്ലാതെ അത് പരിശോധിച്ചിട്ട്
അത് ഇപ്പോ ഈ അനിമൽ ഹസ്ബൻഡറിയുടെ ചുമതലയുള്ള മൃഗ ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ അടക്കം ബന്ധപ്പെടുത്തി ഇത് പരിശോധിച്ചിട്ട് അത്തരത്തിൽ ഈ വ്യാപകമായി ബാധിച്ച പട്ടികൾ ആണ് അവിടെ ഉള്ളതെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി അതിനുള്ള പ്രതിവിധി ഏർപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇതുവരെ ഞാൻ അടക്കം യാത്ര ചെയ്യുന്നത് അതുവഴിയാണ്. ഈ ആളുകളെ, യാത്രികരെയോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സഞ്ചരിക്കുന്ന മറ്റാളുകളെയോ അങ്ങനെ ഈ ആക്രമിച്ച ഒരു അവസ്ഥ ഈ പ്രദേശത്തില്ല. എന്നാൽ മറ്റു ചില പ്രദേശത്ത് ഈ ആളുകളെ ഓടിച്ചിട്ട് കടിച്ച സംഭവങ്ങളുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ശ്രീ സജീവൻ, ഇതിപ്പോഴും ആളുകൾ ധാരാളം താമസിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ ഒരു തെരുവുനായ, ഒരു വയോധികയായ ഒരാളിനെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒക്കെ ആയിട്ടും എന്തുകൊണ്ടായിരിക്കാം അറിയാതിരുന്നത്? എത്രയും വീടുകൾ അടുത്തടുത്തുള്ള ഒരു പ്രദേശമായിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അതിൽ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മയുടെ മകനും മരുമകളും അവര് ദൂരെ എവിടെയുണ്ടോ അവരുടെ കുടുംബപരമായ കാര്യത്തിന് പോയതാണ്. അപ്പൊ ഈ സംഭവം ഉണ്ടായി കുറെ കഴിഞ്ഞിട്ടാണ് ആളുകളൊക്കെ അറിയുന്നത്. അങ്ങനെ പതുക്കെ വന്നു. ഞാൻ രാവിലെ തൊട്ട് ഒരു 2 മണി വരെ പഞ്ചായത്തിലുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് എനിക്ക് ഈ വള്ളിക്കാവ് വരെ എൻ്റെ മോന്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അവരെ കാണുന്നതിന് വേണ്ടി ഞാനും വൈഫും കൂടെ പോയിട്ട് വരുന്ന സമയത്താണ് നിങ്ങളെ അറിയിച്ച കക്ഷി തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ശ്രീകൃഷ്ണനായിരുന്നല്ലോ വിളിച്ചു പറഞ്ഞത്. CPM-ന്റെ LC സെക്രട്ടറി അവിടുത്തെ. എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരു സംഭവമായി പോയി. ശ്രീ സജീവൻ, അദ്ദേഹം ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ആയിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഈ തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാനും ഒക്കെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ നടപ്പാക്കാൻ പഞ്ചായത്തിന് പറ്റുന്ന തരത്തിൽ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഫലപ്രദമാകണമെന്നില്ല. പലയിടത്തും ആ പ്രശ്നമുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ അവരുടെ നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല പ്രശ്നങ്ങൾ മൂലം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ അവർക്കും കഴിയുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടുകയാണ്. അതേ പ്രശ്നം തന്നെ ആറാട്ടുപുഴയിലുമുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയായിരുന്നു. വലിയ ആശങ്കാജനകമായ വിവരമാണ്. ഇപ്പോൾ ഈ അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ച് ഗുരുതരമായ പരിക്ക് മുഖത്തുണ്ട്. അവർ പറയുന്നത് എങ്ങനെ പ്രേക്ഷകരോട് പറയണമെന്ന് നമുക്കറിയില്ല. മുഖത്തൊരു കണ്ണ് മാത്രമാണ് അവശേഷിക്കുന്നത്. അത്രത്തോളം ക്രൂരമായി 81 വയസ്സുള്ള വയോധികയെ ഈ അതിക്രൂരമായി തെരുവുനായ്ക്കൾ ആക്രമിച്ചു. ഇനി ഒന്നിലധികം തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടമായി ആക്രമിച്ചതാണോ എന്നൊക്കെയുള്ള സംശയം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പലതും നമുക്ക് ആ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ദൃശ്യങ്ങളൊന്നും നൽകാൻ കഴിയുന്നില്ല. അത്രത്തോളം ഭീകരം എന്ന് വേണമെങ്കിൽ ഈ ആക്രമണത്തെ നമുക്ക് പറയാം. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ സൊസൈറ്റി ജീവനക്കാരായ 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ 3 ജീവനക്കാർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്. സമാനമായ കുറ്റം ആ CPM-ന്റെ പ്രാദേശിക നേതാവിനെതിരെയും നിലനിൽക്കും എന്ന് ഒരു വിലയിരുത്തലുണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നുമില്ല. ഒരു ചോദ്യം ചെയ്യൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലേ? വിജയകുമാർ, ഒടുവിൽ മടിച്ചു പോലീസ് 3 പേർക്കെതിരെയെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ സാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആരാണെന്ന് സാബു തന്നെ പുറലോകത്തോട് അറിയിച്ചിട്ടുള്ളതാണ്. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ആ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പേരുകൾ ഉള്ള ആളുകൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിന് പോലീസിന് മുൻപിൽ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ ബാങ്ക് ജീവനക്കാർക്കെതിരായ നടപടി വന്നെങ്കിൽ പോലും, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയെങ്കിൽ പോലും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ VR സജിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല. മൊഴി രേഖപ്പെടുത്താൻ പോലും വിളിച്ചു വരുത്തിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ആത്മഹത്യാ കുറ്റം പ്രേരണ കുറ്റം ചുമത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക എന്നുള്ളതും പോലീസ് അറിയിക്കുന്നുണ്ട്.
സാബു തോമസിനെ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണി സന്ദേശം പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. അതിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം അതിൻ്റെ പങ്കെന്താണ്, അദ്ദേഹത്തിൻ്റെ പങ്കെന്താണെന്ന് വ്യക്തവുമാണ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി പോലീസ് എടുക്കുമോ, പാർട്ടി എടുക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഡിസംബറിലെ തണുപ്പ് പോരെങ്കിൽ നേരെ പോത്തൻകോട്ടേക്ക് പോകാം. അവിടെ 24-ഉം ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ നിങ്ങളെ കുളിര് കൊള്ളിക്കാൻ ഒരു മഞ്ഞ് താഴ്വര തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഹിമാലയത്തിലെ മഞ്ഞുമലകളെ ഓർമ്മിപ്പിക്കുന്ന ഇന്റീരിയർ, അത്രയും തന്നെ തണുപ്പ്. ഒറ്റക്കാഴ്ചയിൽ ഏതോ മഞ്ഞിൻ താഴ്വര എന്നേ തോന്നും പോത്തൻകോട്ടെ ഈ സ്നോ വാലി കണ്ടാൽ. $40 ടൺ കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷണർ ഉപയോഗിച്ചാണ് തണുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. തണുപ്പ് തൊട്ടറിയാൻ ഐസ് കട്ടയിലൂടെ നടക്കാം. കൂടാതെ മഞ്ഞു മനുഷ്യനും DJ-യും ഉണ്ട് വാലിയിൽ. കല്ലായിരുന്നു, പക്ഷെ തണുപ്പത്ത് ഇറങ്ങിയപ്പോൾ എന്തൊരു കാലിലൊക്കെ എന്തൊരു തണുപ്പാണ് കൊണ്ട്. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. ചെറിയൊരു പൈസക്ക് ഇത്രയും നല്ലൊരു കാണിക്കുന്ന നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, ഐസ് വെച്ച കാലിങ്ങനെ തണുത്തു പോയി. ഡ്രസ്സ് ആയോട്ട് കുഴപ്പമില്ല, ഇതിൽ കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടാൽ അത് കുഴപ്പമില്ല. അവിടെ ഐസിൻ്റെ ഇതും ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം, അത് കുഴപ്പമില്ല. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി എൻകൗണ്ടർ പ്രൈമിൽ KR ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.